എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ടൈപ്സ് ബോഗൻവില്ലാസ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഉള്ളത് റീസെൻ്റ്ലി കൊൽക്കത്തയിൽ നിന്ന് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റ്സ് ആണ് ഓൾമോസ്റ്റ് ഉള്ളത്. എല്ലാം തന്നെ ഹൈബ്രിഡ് ബോഗൻവില്ലാസ് ആണ്. സോ ഇത് ഏതൊക്കെയാണെന്ന് ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ, ഇത് ചില്ലി ഐസ്ക്രീമാണ്. ഇതൊരു മിക്സഡ് ഷെയ്ഡായിട്ടാണ് വരുന്നത്. ദെൻ ഇത് നെക്സ്റ്റ് വൈറ്റ് ബോഗൻവില്ലാസ് ആണ്. ഇത് അത്യാവശ്യം വലിയ ഫ്ലവേഴ്സാണ് ഇതിനുള്ളത്. ദെൻ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഫയറോപ്പിലാണ്. ഇത് നമ്മുടെ ഫയറിൻ്റെ ഒരു കളർ ടെക്സ്ചറായിട്ടാണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഫ്ലെയിം റെഡ് ആണ്. ദെൻ ഇത് വൈറ്റ് ബോഗൻവില്ല. ഇതും അതുപോലെ തന്നെ അത്യാവശ്യം വലിയ ലീഫും വലിയ ഫ്ലവറിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചോക്ലേറ്റ് കളറാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക. ഇതിൻ്റെ ഇത് കണ്ടില്ലേ, ഫസ്റ്റത്തെ ഫ്ലവറിങ് ചോക്ലേറ്റ് കളറാണ്. പിന്നെ അത് കഴിയുമ്പോൾ ഇത് ഇലകളൊക്കെ കൊഴിയാറാകുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ ഒരു പിങ്കിഷ് കളറായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി പിങ്കിഷ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും സെയിം കളറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ രണ്ട് ബോഗൻവില്ലാസിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാടനും അല്ല ഹൈബ്രിഡും അല്ല. സോ ഇതിൻ്റെ ഫുൾ ഫ്ലവറിങ് ആയിരിക്കും ഇതിൽ വരിക. ഇതിൻ്റെ ഓരോ എഡ്ജിലും കണ്ടോ ചെറിയ ചെറിയ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് ഓരോ ഫ്ലവറിങ്. ഇത് നമ്മൾ ഫുള്ള് ഫ്ലവറിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ദെൻ ഈ ഒരു ഫ്ലവർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ രണ്ടും സെയിം ആയിട്ട് തോന്നും. ദെൻ ഇതിലേക്കൊരു മിക്സഡ് ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡായിട്ടാണ് വരുന്നത്. ഒരു വൈറ്റും അതുപോലെ തന്നെ ഒരു പിങ്കും കളറുമായിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫസ്റ്റ് പ്ലാന്റ്. ഇത് ട്രൈ കളർ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ വരുന്നത് ഒരു പർപ്പിൾ, ലൈറ്റ് പർപ്പിളും അതുപോലെ തന്നെ ഒരു വൈറ്റ് മിക്സഡ് ഷെയ്ഡായിട്ടാണ് വരുന്നത്. ഏകദേശം നമുക്ക് ചില്ലി ഐസ്ക്രീമിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ വെച്ചിരിക്കുന്നത് എല്ലാം നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഫസ്റ്റ് വൺ ചിത്ര ഗോൾഡ്, ദെൻ ടെക്സ്റ്റൈൽ യെല്ലോ, ദെൻ മഹാറാണി, സുവർണ, വാജിദ് റെഡ്, ദെൻ ബ്രിസ ഗോൾഡ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മൾ റീപോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലെല്ലാം ഫ്ലവേഴ്സ് വരാൻ ഏകദേശം ഒരു 1 month 2 month ടൈം എടുക്കും. ദെൻ ആഫ്റ്റർ ഞങ്ങൾ അതിന് ശേഷം ഒരു ലെങ്തി വീഡിയോ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിലൊക്കെ ഞങ്ങളുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വീര പർപ്പിൾ. ഇത് നിങ്ങൾക്ക് ഈ ലെങ്ത്ത് ഈ ഒരു കളറ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇത് ഭയങ്കര ബ്രിക്കായിട്ടുള്ളൊരു പർപ്പിൾ വയലറ്റ് കളറായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതൊരു നാടൻ പ്ലാന്റ് ആണ്. ഇതും നമ്മൾ അടിപൊളിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ കളറും കാണുന്നത്. ദെൻ ഇതൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേരിക്കേറ്റഡ് ലീഫിൽ നന്നായിട്ട് തന്നെ ഇതിൽ ഫ്ലവറിങ് കാണും. പിന്നെ ഇതൊക്കെ നമ്മളുടെ കയ്യിലുള്ള കളക്ഷൻസാണ്. നാടനായിട്ടുള്ള ഓറഞ്ച് കളേഴ്സാണ് വരുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ പ്രൂണിങ്ങൊക്കെ കഴിഞ്ഞ് സെറ്റായി നിൽക്കുകയാണ്. നല്ല രസമുണ്ട് ഓരോ ബ്ലൂമിങ്ങൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ നമ്മൾ റീസെൻ്റ്ലി പ്രൂണിങ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോഗൻവില്ലാസാണ്. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു വൈറ്റാണ്. നല്ല ഹെവി ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്ത് കിട്ടുന്നൊരു ബോഗൻവില്ലയാണിത്. നമ്മൾ കണ്ട ഒരു യെല്ലോ ഗോൾഡും ഇതും സെയിം നമ്മൾ പ്രൂണിങ് ചെയ്ത് വെച്ചതിൻ്റെ ഓരോ എഡ്ജിലും ചെറിയ ചെറിയ ബ്ലൂമിംഗ് ആയിട്ട് ഫ്ലവേഴ്സ് നമുക്ക് കാണുന്നതാണ്. എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ ടേക്ക് കെയർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ്. ഇനി ഒരു 2 weeks കഴിഞ്ഞിട്ട് ഇതിലെല്ലാം ഫുൾ ഫ്ലവറിങ് വന്നിട്ട് ഫുൾ ബ്ലൂമിങ് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ദെൻ ഇതിൽ ഓരോ പ്ലാന്റ്സിനും ഞങ്ങൾ വെറൈറ്റി ടൈപ്സ് ഫെർട്ടിലൈസേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും.